ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഇപ്പോൾ സന്തോഷമുണ്ട്. കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നേരത്തെ പ്രഭാഷകൻ പറഞ്ഞതിൻ്റെ തുടക്കഭാഗം ഞാൻ കേട്ടതേ ഇല്ല, ഈ പുറത്തു നിന്നുള്ള ശബ്ദം കാരണം. അപ്പം ഞാൻ വിചാരിച്ചു ദുബൈയിൽ നിന്ന് രാവിലെ ഇവിടെ വരെ എത്തിയത് ഈ ശബ്ദത്തിൻ്റെ ഇടയിൽ നിന്ന് സംസാരിക്കുവാൻ വേണ്ടിയാണോ എന്നത് എനിക്കറിയില്ല. അത് വീണ്ടും എപ്പം തുടങ്ങുമെന്ന് അറിയില്ല, എങ്കിലും അതിനിടയ്ക്ക് കിട്ടുന്ന സമയത്ത് സംവേദിക്കാം. എനിക്കറിയില്ല എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എത്രമാത്രം അറിയാമല്ല, ഏരീസ് ഗ്രൂപ്പിനെ കുറിച്ച് അറിയാമെന്നറിയില്ല. പക്ഷേ ഇവിടെ ഇരിക്കുന്ന മിക്കവരും തിരുവനന്തപുരം ഏരീസ് ഫ്ലെക്സ് പോയി ഒരിക്കലെങ്കിലും ഒരു സിനിമ കണ്ടിട്ടുള്ളവരായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ രീതിയിൽ നിങ്ങളെല്ലാവരും ഏരീസ് ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാണ്. 2014 ഇന്ത്യൻ സിനിമയുടെ ഒരു സമൂലമായ മാറ്റത്തിന് വേണ്ടി ഞങ്ങൾ തുടക്കം കുറിച്ചൊരു പ്രോജക്റ്റായിരുന്നു. അത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ്. ഒരു പ്രോജക്റ്റ് ഇൻഡ്യൂഡ് എന്ന് പറയുന്ന ഒരു $10 ബില്യൺ പ്രോജക്റ്റാണ്. ഇന്ത്യൻ സിനിമയെ ലോകോത്തരമാക്കി എങ്ങനെ മാറ്റാം. കാര്യം ആ സമയത്ത് ഇന്ത്യൻ സിനിമ ഓരോ ദിവസവും നാശത്തിലേക്ക് പോകുന്നൊരു അവസ്ഥയായിരുന്നു. ഓരോ ദിവസവും ഓരോ തിയേറ്റർ വെച്ച് ക്ലോസ് ചെയ്യുന്നൊരവസ്ഥയിലാണ് ഞങ്ങൾ ആ പ്രോജക്റ്റ് തുടങ്ങുന്നത്. തിരുവനന്തപുരത്ത് തന്നെ SL തിയേറ്റർ ഒഴിച്ച് ബാക്കി 11 സ്ക്രീൻസായിട്ട് കുറഞ്ഞു. ഓരോ തിയേറ്റർ നിങ്ങൾക്കൊക്കെ അറിയാം, പലതും അടച്ചടച്ച് പോകുന്ന സമയത്ത് ഞങ്ങൾ ഒരു പ്രോജക്റ്റ് എടുത്ത് 5 മാസം കൊണ്ടാണ് അതിനെ കൺവേർട്ട് ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച തിയേറ്ററായിട്ട് ഡ്യുവൽ 4K പ്രൊജക്ഷനുള്ള തിയേറ്ററാക്കി. നിങ്ങൾക്കെല്ലാം അറിയാം, ബാഹുബലി അന്ന് ആദ്യമായിട്ടൊരു 4K പ്രിൻ്റ് ഇറക്കുന്നു. അത് 3.5 കോടി രൂപ കളക്ട് ചെയ്യുന്നതോടുകൂടി ഇന്ത്യയിലുള്ള എല്ലാ തിയേറ്റർ ഓണേഴ്സിനും ഒരു ബോധവൽക്കരണം ഉണ്ടാവുകയായിരുന്നു. അതോടെയാണ് ഇന്ത്യയിൽ 4K റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് തിരുവനന്തപുരം മേഖലയിൽ തന്നെ 100-ലേറെ സ്ക്രീൻസ് ആയി കഴിഞ്ഞു. ഞങ്ങളുടെ ഉദ്ദേശം സാധിച്ചു. ഒരു 2 ടയർ സിറ്റിയിൽ ആ ഒരു പരീക്ഷണം നടത്തുകയും വിജയിപ്പിക്കാൻ സാധിച്ചു. ഇന്ന് ഏരീസ് ഗ്രൂപ്പ് ഏതാണ്ട് 30ഓളം രാജ്യങ്ങളിലായിട്ട് 80-ലേറെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 25ഓളം സ്ഥാപനങ്ങൾ ഉണ്ട്. കേരളത്തിൽ തന്നെ ഞങ്ങൾ ഏകദേശം 1000-ലേറെ തൊഴിലവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 27 വർഷമായിട്ടുള്ള ഞങ്ങളുടെ ജേർണിയിൽ ഇന്ത്യയിൽ തന്നെ 22 വർഷം ഞങ്ങൾ പ്രവർത്തിച്ചതിൽ എല്ലാവരും പറയും കേരളം ബിസിനസ്സിന് അനുകൂലമല്ല, ഇവിടെ ഒരു രീതിയിലും തൊഴിൽ സാധ്യതയില്ല, ഇവിടെ തൊഴിൽ ആരംഭിക്കരുതെന്ന് പറയും. പക്ഷേ എൻ്റെ കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും തൊഴിൽ സമരങ്ങളിലേക്ക് പോകുന്നത് എപ്പോൾ ചൂഷണം ഉണ്ടാകുന്നോ അവിടെയാണ് അതൊരു വളക്കൂറുള്ള മണ്ണായി മാറുന്നത്. തൊഴിൽ സമരങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളും അത് 2 തവണ നേരിട്ടതാണ്. അത് രണ്ടും തുടക്കത്തിലാണ്. ഒന്ന്, എൻ്റെ സിനിമ ഡാം 999 തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കെല്ലാം അറിയാം, ആ സമയത്ത് പത്രങ്ങളിലൊക്കെ വളരെ കത്തി നിന്നൊരു വാർത്തയായിരുന്നു, തിലകൻ ചേട്ടനെ അഭിനയിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘവും, അഭിനയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സംഘവും വരികയും സിനിമാ നിർമ്മാണം നിർത്തിവെപ്പിക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ ആ സമരത്തിൻ്റെ ആയുസ് കൃത്യമായി പറഞ്ഞാൽ 10 മിനിറ്റിന് താഴെയായിരുന്നു. സമരക്കാർ വരുന്നു, അവരുടെ ഡിമാൻഡുകൾ കേൾക്കുന്നു, അതിൽ 1% പോലും കട്ടില്ലാതെ ഓൺ ദ സ്പോട്ട് അംഗീകരിച്ചുകൊണ്ട് ആ സമരം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഏരീസ് ഫ്ലെക്സ് ഞങ്ങൾ ഏറ്റെടുക്കുമ്പോഴും ഫസ്റ്റ് ഡേ മാനേജ്മെൻറ്റ് ഫുൾ ഞങ്ങൾ ഏറ്റെടുക്കുന്ന ദിവസം അവിടെ കൊടി ഉയരുകയാണ്. അവരുടെ ആവശ്യം 20% വർധനവ് തുടക്കത്തിൽ തന്നെ വേണം. 10 മിനിറ്റിലാണ് ആ സമരം അവസാനിപ്പിച്ചത്. കാര്യം അവർക്ക് ഞങ്ങൾ മറുപടിയായി കൊടുത്തത് 20% അല്ല, 25% വർധനവ് കൊടുത്തത്. ഇന്ന് ലോക തൊഴിൽ മേഖലയിൽ എംപ്ലോയീസിൻ്റെ സ്പൗസസിന് സാലറി കൊടുക്കുന്ന ഏക സ്ഥാപനം, പ്രൈവറ്റ് മേഖലയിൽ പെൻഷൻ സ്കീം ഏർപ്പെടുത്തിയിരിക്കുന്നത്, അച്ഛനും അമ്മയ്ക്കും പെൻഷൻ കൊടുക്കുന്നത്, കുട്ടികൾക്ക് ബേബി അലവൻസ് കൊടുക്കുന്നത്, അവരുടെ എഡ്യൂക്കേഷൻ നോക്കുന്നത് തുടങ്ങി 25ഓളം HR ഫീച്ചേഴ്സ് കൊടുക്കുന്ന ഏക സ്ഥാപനമാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഒരിക്കലും ഒരു സമരത്തിനൊരു സാധ്യതയില്ല. എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇവർ സമരം ചെയ്യേണ്ടത്? കാര്യം ഓരോ എംപ്ലോയിയും സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗമാണ് കരുതിക്കൊണ്ട് സ്ഥാപനത്തിൻ്റെ 50% ലാഭം എംപ്ലോയീസിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അവർ അതിൻ്റെ ഒരു പാർട്ട്ണറായി മാറുകയാണ്. അത്തരം ഒരു എൻവയോൺമെൻറ്റിൽ ഒരിക്കലും ഒരു സമരത്തിന് സാധ്യതയില്ല, വളർച്ചയ്ക്ക് മാത്രമേ സാധ്യതയുള്ളൂ. അങ്ങനെ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെ ഞങ്ങളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് സ്ഥാപനം വളരുന്നതിനോടൊപ്പം അവരും വളരുക, അവരിലൂടെ സ്ഥാപനം വളരുക എന്ന ഒരു പോളിസിയിലൂടെ ഇന്ന് ലോകത്തിൽ 5 മേഖലകളിൽ വി ആർ വേൾഡ് നമ്പർ 1. അതിൽ ഭൂരിപക്ഷം ആൾക്കാരും മലയാളികളാണ്. ഞങ്ങൾ IIT നിന്നോ IIM നിന്നോ അല്ല ആൾക്കാരെ എടുക്കുന്നത്.
മിക്കതും വില്ലേജസിൽ നിന്നുള്ള വർക്ക് ഫോഴ്സിനെ എടുത്ത് ട്രെയിൻ ചെയ്താണ് ഞങ്ങൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച വ്യക്തികളാക്കി മാറ്റിയത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 4 ദിവസം ലോകം ഞെട്ടുന്ന ഒരു കാഴ്ചയാണ് ഭാരതത്തിൽ ദർശിച്ചത്. അതായത് 2 ന്യൂക്ലിയർ വെപ്പൺസുള്ള 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം വെറും 3.5 ദിവസം കൊണ്ട് അവസാനിച്ചത് ശാസ്ത്ര മികവ് കൊണ്ടും സമയാനുസൃതമായി നമ്മൾ സ്വയം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടും ശക്തമായ നേതൃത്വം ഉള്ളതുകൊണ്ടും നമ്മളുടെ മുന്നിൽ ശത്രുവിന് സ്ഥാനമില്ല എന്ന് വരുത്തി തീർത്തത് കൊണ്ട് മാത്രമാണ് ഒരു വലിയ യുദ്ധം ഒഴിവായതും ലോകം ഞെട്ടിത്തെരിച്ചതും. ഇത് തന്നെയാണ് തൊഴിൽ മേഖലയിലും വേണ്ടത്. നമ്മൾ സ്വയം അപ്ഗ്രേഡ് ചെയ്യുക, നമ്മുടെ സ്ഥാപനത്തിനെ അപ്ഗ്രേഡ് ചെയ്യുക. നമ്മളുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ വർക്ക് ഫോഴ്സാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ ലാഭവും നമ്മുടെ വളർച്ചയുമെല്ലാം നമ്മളുടെ പ്രവർത്തകരിലൂടെയാണ്, അവരുടെ ക്വാളിറ്റിയിലൂടെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ആ സ്ഥാപനത്തിൻ്റെ കുടുംബാംഗങ്ങളായി കണ്ടുകൊണ്ട് അവർക്ക് ഓരോ വർഷവും വേണ്ട പരിശീലനം കൊടുത്തുകൊണ്ടേയിരിക്കണം. പരിശീലനം ലഭിക്കാത്ത വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സർവീസ് കിട്ടാത്ത ഒരു മെഷീൻ പോലെയാണ്. നിരന്തരമായിട്ട് ഇത് അപ്ഗ്രേഡ് ചെയ്യണം. ഇത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിർബന്ധമാണ്. ഓരോ വർഷവും 50 മണിക്കൂർ ഓരോ വ്യക്തിയും, അത് ഓഫീസ് ബോയ് തൊട്ട് CEO വരെ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഞങ്ങളുടെ ഇന്നെന്ന് പറയുന്നത് ഞങ്ങളുടെ ഇന്നലേക്കാളും മികച്ചതായിരിക്കണം. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് തന്നെ എഫിഷ്യൻസി ബേസ്ഡ് ആയിട്ടാണ്. എങ്ങനെ ഓരോ വ്യക്തിയുടെ എഫിഷ്യൻസി ഓരോ ദിവസം കൂട്ടാം, അതിന് ഞങ്ങൾ പറയുന്നത് എഫിസം എന്ന് പറയും, എഫിഷ്യൻസി ഇംപ്രൂവ്മെൻറ്റ് സിസ്റ്റം മാനേജ്മെൻറ്റ്. ഏതാണ്ട് 200ഓളം ഡ്രെയിൻ ഹോൾസ് പാരാമീറ്റേഴ്സ് ഉണ്ട് നമ്മുടെ എഫിഷ്യൻസിയിൽ ചോർന്നു പോകുന്നത്. ആ എഫിഷ്യൻസി ആദ്യം മെഷർ ചെയ്യാൻ ഒരു സ്കെയിൽ കണ്ടെത്തുന്നു. ഈ 200 പാരാമീറ്റേഴ്സും ഏതൊക്കെയാണെന്ന് കണ്ടെത്തി നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ഒരു ചെറിയ പ്രഭാഷണത്തിലൂടെ പറഞ്ഞു തരാൻ പറ്റില്ല. എങ്കിലും ആ 200 പാരാമീറ്റേഴ്സിലെ 1-2 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഞങ്ങളുടെ പാഠം 1 എന്ന് പറയുന്നത് കൃത്യനിഷ്ഠ എന്നുള്ളതാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ 8 മണി എന്ന് പറഞ്ഞാൽ 7 hours 59 minutes and 60 seconds. ഞാനിത് പഠിച്ചത് ജർമ്മൻസിൽ നിന്നാണ്. എന്നെ എൻജിനീയറിംഗ് പഠിപ്പിച്ചത് ജർമ്മൻസാണ്. ഞങ്ങളെ പഠിപ്പിച്ച 4.5 വർഷത്തിൽ ഒരു ദിവസം പോലും 1 മിനിറ്റ് ലേറ്റായി വന്ന ഒരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല. അതാണ് അവരുടെ കൃത്യനിഷ്ഠ. നിങ്ങൾക്കറിയാം, ലോകത്ത് ഏറ്റവും കൃത്യനിഷ്ഠയോട് കൂടി ഓടുന്ന ട്രെയിൻസ് ജപ്പാനിലാണ്. 18 സെക്കൻഡാണ് അവരുടെ ആവറേജ് ഡിലേ. അതാണ് ആ രാജ്യത്തിൻ്റെ വളർച്ച. നിങ്ങൾക്ക് ദുബൈയിൽ വന്നാൽ കാണാം, അവിടെ അതിലും ഒരു സ്റ്റെപ്പ് മുകളിലാണ് അൺമാൻ ട്രെയിൻ ഉണ്ട്, മെട്രോ. അതിന് ഡ്രൈവർ പോലും ഇല്ല, അവിടെ 1 സെക്കൻഡ് പോലും ഡിലേ ഇല്ല. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്കൊരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മളുടെ കൃത്യനിഷ്ഠ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പ്രവർത്തനക്ഷമമാവും. ഇതുപോലെയാണ് ഓരോ കാര്യത്തിലും, നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ ഇടപെടണം. ഒരു എംപ്ലോയിയുടെ പരിശീലനം എന്ന് വെച്ചാൽ അവൻ വർക്ക് ചെയ്യുന്ന 8 മണിക്കൂറിൽ മാത്രം ഉൾപ്പെടുത്തുന്നതല്ല, 24 മണിക്കൂറും ആ വ്യക്തിയുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടണം. ഒരു പ്രവർത്തകൻ്റെ വീട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് തൻ്റെ തൊഴിൽ ഇടത്തും ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഓരോ എംപ്ലോയിയുടെയും കുട്ടികളുടെ കരിയർ ഡിസൈനിൻ്റെ മെൻറ്റർ ഞാനാണ്. എല്ലാ എംപ്ലോയീസിൻ്റെയും കുട്ടികളെ ഒരു മാസത്തിലൊരിക്കൽ അവർക്ക് അവരുടെ മെൻറ്ററായി നിന്നുകൊണ്ട് അവരെവിടെ എത്തണം, അവരുടെ ഭാവി എവിടെയാണ്, അവരുടെ ടാലൻറ്റും പാഷനും അനുസരിച്ച് അവർ എവിടെ എത്തണം എന്നുള്ള പരിശീലനം വരെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം എംപ്ലോയീസിൻ്റെ ഹാപ്പിനെസ്സാണ്. അവർക്ക് ശമ്പളം മാത്രം കൂട്ടിക്കൊടുത്തുകൊണ്ട് അവർക്ക് ഒരിക്കലും ഹാപ്പി ആവാൻ പറ്റില്ല. അവരെ ഫിനാൻസ് കൺട്രോൾ, ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് പഠിപ്പിക്കണം. അവരുടെ ശമ്പളം എത്രയോ ആയിക്കോട്ടെ, 10,000 രൂപയാണെങ്കിലും 1,00,000 രൂപയാണെങ്കിലും കിട്ടുന്ന ശമ്പളത്തിൻ്റെ 90% ജീവിക്കാൻ അവനെ പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര ശമ്പളം കൂട്ടിക്കൊടുത്തിട്ടും കാര്യമില്ല. അതിനുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ സന്തോഷം കണ്ടെത്താം, അതിന് എല്ലാവർക്കും പരിശീലനം വേണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സ്പൗസ് സാലറി തന്നെ ഏർപ്പെടുത്തിയത്. കാര്യം സ്പൗസ് സാലറി ഏർപ്പെടുത്തുന്നതോടുകൂടി വീട്ടിലെ ഹൗസ് വൈഫ്സ്, ഹസ്ബൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഹൗസ് വൈഫ്സിന് പരിശീലനം കൊടുത്തേ പറ്റത്തുള്ളൂ. കാര്യം വീട്ടിൽ തൊഴിൽ കഴിഞ്ഞെത്തുന്ന ഭർത്താവിന് പരിപാലിക്കേണ്ട ചില കടമകൾ ഭാര്യമാർക്കുണ്ട്. അവിടെ നിന്ന് മനസ്സമാധാനം നഷ്ടപ്പെട്ടു വരുന്ന ഒരു വ്യക്തിക്ക് സ്ഥാപനത്തിൽ മികച്ച പെർഫോമൻസ് നടത്താൻ പറ്റില്ല. അപ്പോൾ ഇത് എല്ലാ സ്ഥാപനത്തിലേക്കും നമ്മൾ കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ എഫിഷ്യൻസി വളരെയധികം വർദ്ധിക്കും. ഈ രീതിയിലാണ് ഞങ്ങൾ മാറ്റം കൊടുത്തത്. ഇത് എങ്ങനെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കാമെന്നുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും സർ, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു റിഗാർഡിങ് ഹൗ ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് വിഴിഞ്ഞം പോർട്ട് ഓൾസോ. ഞങ്ങൾ ഈ ചെയ്തിരിക്കുന്ന ഈ മാറ്റം കണ്ടിട്ട് നൗ വി സൈൻഡ് എ ഡീൽ വിത്ത് ഇവിടെ അടുത്തൊരു നിഷ് യൂണിവേഴ്സിറ്റി ഉണ്ട്, നിംസിൻ്റെ നടത്തുന്ന ഏതാണ്ട് 10,000-ഓളം സ്റ്റുഡൻസ് പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട് കന്യാകുമാരിയിൽ.
ദേ കെയിം ടു us, ദേ സൈൻഡ് എ ഡീൽ. അടുത്ത 5 വർഷം കൊണ്ട് അവരുടെ ആ യൂണിവേഴ്സിറ്റിയെ ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റി ആക്കണം. അവർ ഞങ്ങളുടെ അടുത്ത് വരാനുള്ള കാരണം, ഞങ്ങൾ ഇതുപോലൊരു പ്രോജക്റ്റ് അട്ടപ്പാടിയിൽ ഒരു സ്കൂളിൽ ആരംഭിച്ചു 2 വർഷത്തിന് മുമ്പ്. എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ എങ്ങനെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യാം. കാര്യം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു തൊഴിൽ മേഖലയിലേക്ക് പോകുന്നതിൻ്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ്. നമ്മളെല്ലാവരും 50,000 മണിക്കൂറുകളോളം ഈ അക്കാഡമിക് മേഖലയിൽ ചിലവഴിച്ചിട്ടാണ് ഒരു തൊഴിൽ ഇടത്ത് വരുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇന്ന് ചെയ്യുന്ന തൊഴിൽ പഠിക്കുന്ന സമയത്ത് ഇതാവണമെന്ന് വിചാരിച്ച് ചെയ്തവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെ ഡെസ്റ്റിനി അവിടെ കൊണ്ട് എത്തിക്കുകയായിരുന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ 50,000 മണിക്കൂർ പഠിച്ചത്? സൈൻ തീറ്റയും കോസ് തീറ്റയും അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണെന്ന് പഠിച്ചത് നിങ്ങൾ തന്നെ ചോദിക്കണം. A+B² ആപ്ലിക്കേഷൻ അറിയാത്തവരാണ് ഇവിടെ ഇരിക്കുന്ന പലരും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ സമയം കളഞ്ഞു. അതേസമയം നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതുമില്ല. നമ്മൾ എവിടെ പോയാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ അമ്മയുടെ ഭക്ഷണം ഞാൻ മിസ് ചെയ്യുന്നു എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമ്മുടെ പാഠ്യപദ്ധതിയിൽ അതില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി നമ്മളുടെ ഈ വീടാണെന്നും അവിടുത്തെ അമ്മയാണ് നമ്മളെ ഏറ്റവും മികച്ച പ്രൊഫസറെന്നും ഉള്ള തിരിച്ചറിവ് നമുക്കുമില്ലായിരുന്നു, അത് അവിടുത്തെ അമ്മയ്ക്കുമില്ലായിരുന്നു. അവർ വിചാരിച്ചത് ഈ അക്കാഡമിക്സിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നുള്ളതാണ്. അത് മാറ്റിമറിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാ സ്ഥാപനത്തിലെ എല്ലാ കുട്ടികളെയും നിർബന്ധമായിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തത് 25 ഡിഷ് അമ്മയുടെ കൂടെ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കാൻ പഠിക്കണം. കാര്യം അവർ എവിടെ പോയാലും അമ്മയുടെ ടേസ്റ്റിൽ ഫുഡ് ഉണ്ടാക്കാൻ അവർക്ക് കഴിയണം. അവർക്കൊരിക്കലും അമ്മയുടെ ആ ഫുഡ് മിസ്സാവരുത്. കാര്യം അമ്മയുടെ മുലപ്പാൽ കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഏറ്റവും അനുയോജ്യമായ ഫുഡ് എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്ന് കിട്ടിയ അമ്മയുടെ സ്വാദുള്ള ആ ഫുഡാണ്. നമ്മുടെ ജീൻ അതിനനുസരിച്ച് മോൾഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞതാണ്. അത് മിസ് ചെയ്തവരാണ് പോയി ഹോട്ടൽസിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാം. നാളെ അതിൽ കുറച്ച് പേര് ഒരു ഷെഫായിട്ട് മാറുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടിലാണ് ഞങ്ങളുടെ ഓരോ ട്രെയിനിങ് നടക്കുന്നത്. ഇതും ഞങ്ങളുടെ 200 പാരാമീറ്റേഴ്സിൽ ഒന്നാണ്. നമ്മുടെ ഹെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് ബോധമില്ലെങ്കിൽ ഹെൽത്ത് ഡ്രെയിനാവും, അത് നമ്മുടെ എഫിഷ്യൻസിയെ ബാധിക്കും. ഇന്ന് മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ വർഷവും 10% വെച്ച് ഹെൽത്ത് ബില്ല് കൂടിക്കൊണ്ടിരിക്കും. കാര്യം ഹെൽത്ത് ശോഷിച്ച് വരുന്ന ഒരു അവസ്ഥയാണ്. അതേസമയം ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഓരോ വർഷവും ഹെൽത്ത് ബില്ല് കുറഞ്ഞുകൊണ്ടുവരികയാണ്. അതിന് സമൂലമായൊരു മാറ്റമാണ്. ഞങ്ങൾ മരുന്ന് കൊണ്ടല്ല ജീവിക്കുന്നത്, ഭക്ഷണമാണ് ഞങ്ങളുടെ മെഡിസിൻ എന്നുള്ള തിരിച്ചറിവ് ഓരോ എംപ്ലോയിക്കും പകർന്നു കൊടുത്തുകൊണ്ട്. അതിനുവേണ്ടി 32ഓളം എക്സാംസ് ഉണ്ട്. ഞങ്ങളുടെയൊക്കെ എംപ്ലോയീസിൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് അവിടുത്തെ എംപ്ലോയീസിൻ്റെ കുട്ടികളാണ്. അവരെ അതിന് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ മാസവും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം. ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് ഒരു അസുഖം നമ്മളിലേക്ക് വരരുത്. അങ്ങനെ മരുന്നില്ലാതെ എങ്ങനെ ജീവിക്കാം, അതിലൂടെ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ പരിപാലിക്കാം എന്നുള്ള ഒരു പാഠം കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആനുവൽ മെഡിക്കൽ ലീവ്സ് കുറയും. അത് നിങ്ങളുടെ ലാഭമായി മാറും. ആ ലാഭം നിങ്ങൾ തിരിച്ച് എംപ്ലോയീസിന് പകർന്നു കൊടുക്കുക. ഇങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ വരുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടും. ഇത് 200 പാരാമീറ്റേഴ്സിൽ മറ്റൊന്നാണ്. ഇങ്ങനെ 200ഓളം പാരാമീറ്റേഴ്സ് ഒരു 5 വർഷം എടുക്കും നിങ്ങൾ ഓരോ ട്രെയിൻ ഹോൾസും അടച്ചു വരാൻ. ഇത് കഴിയുമ്പോൾ നിങ്ങൾ ടോട്ടലി ഡിഫറെൻറ്റ് ക്യാരക്ടറായിട്ട് മാറും. അപ്പോൾ ഏത് സ്ഥാപനത്തിലെയും പെർഫോമൻസ് മാറണമെങ്കിൽ അതിലെ വ്യക്തികളുടെ ക്യാരക്ടർ മാറണം. ഈ യാത്ര തുടങ്ങുമ്പോഴുള്ള വ്യക്തിയല്ല 5 വർഷം കഴിയുമ്പോൾ. ഇത് തന്നെ ആയിരിക്കണം നാളെ വിഴിഞ്ഞം പോർട്ട് നടക്കുമ്പോഴും. അവിടുത്തെ സമൂലമായ മാറ്റത്തിന് നമ്മൾ ഇതുപോലൊരു മാറ്റം കുറിച്ചാൽ ഇത്രയും പ്രകൃതി വരദാനമായി തന്ന ഈ ഒരു പോർട്ടിനെ ലോകത്തിലെ ഏറ്റവും മികച്ച പോർട്ടാക്കി മാറ്റാം. പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല. ഒരു നെറ്റ്വർക്കിൽ എല്ലാ സർക്യൂട്ട് കംപ്ലീറ്റ്ലി പൂർണ്ണമായാൽ മാത്രമേ ഒരിടത്ത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് കത്തത്തുള്ളൂ. നമ്മൾ ഇതെല്ലാം ചെയ്തു. നല്ല വർക്ക് ഫോഴ്സ് ഉണ്ട്, നല്ല വിഷനുള്ള എംപ്ലോയറുണ്ട്, പ്രകൃതിയുടെ അനുഗ്രഹമുണ്ട്, ലോകത്തു നിന്ന് കപ്പലുകളെല്ലാം വരാൻ റെഡിയാണ്. അവിടെ നമ്മുടെ ഇവിടുത്തെ ബ്യൂറോക്രസിയും ഇവിടുത്തെ മറ്റ് പൊളിറ്റിക്കൽ ഇഷ്യൂസും ഒക്കെ വരുമ്പോൾ ഈ ലൈറ്റ് തെളിയില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ തൊഴിൽ സ്ഥാപനത്തിലെ എംപ്ലോയീസിൽ നിന്ന് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ പലപ്പോഴും ചില സ്ഥാപനങ്ങൾ തുടങ്ങാൻ നേരം ഞങ്ങൾ തന്നെ അതിശയിച്ചു പോകാറുണ്ട്. ഒരു ദിവസം 1 മണിക്കൂർ കൊണ്ട് അനങ്ങേണ്ട ഒരു ഫയല് മാസങ്ങൾ പിടിച്ചു വയ്ക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുണ്ട്. അവരൊക്കെയാണ് നമ്മളുടെ നാടിനെ ഇല്ലാതാവുന്നത്. അതൊക്കെയാണ് മാറ്റേണ്ടത്. അതൊന്നും തീർച്ചയായിട്ടും വിഴിഞ്ഞത്ത് വരാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിച്ചാൽ മാത്രമേ ഈ വിഴിഞ്ഞം നല്ല നിലയിൽ പോകത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ DP വേൾഡ് ഇതുപോലെ ലോകം മുഴുവൻ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച് പോർട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദുബായ് പോർട്സ് കൊച്ചി പോർട്ട് ഏറ്റെടുത്തു. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഞങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. കാര്യം ഞങ്ങളുടെ ബേസ് കൊച്ചിയായിരുന്നു. അത് ഒരു വഴിക്കാക്കാൻ അധിക ദിവസം വേണ്ടി വന്നില്ല. അതാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചട്ടക്കൂടെന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്താലും, എത്ര വലിയ കാഴ്ചപ്പാട് നമ്മൾ കൊണ്ടുവന്നാലും, എത്ര വലിയ ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന് പുറത്തുള്ള കുറേ ഫാക്ടേഴ്സും കൂടെ ചേരുമ്പോൾ മാത്രമേ ഇത് വിജയകരമായി മാറ്റത്തുള്ളൂ. കഴിഞ്ഞ 4 ദിവസം രാജ്യം ഒന്നടങ്കം ഒന്നിച്ച് നിന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഒരു കാഴ്ചപ്പാടോടുകൂടി വിഴിഞ്ഞത്തിന് പിന്നിൽ നിന്നാൽ മാത്രമേ വിഴിഞ്ഞം നമ്മൾ പറയുന്ന ലക്ഷ്യത്തിലെത്തുള്ളൂ. പക്ഷേ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ അപാരമാണ്. ഞങ്ങൾ ലോകത്തിലെ ഏതാണ്ട് 112 കൺട്രീസിൽ ഞങ്ങൾക്ക് ക്ലയൻസ് ഉണ്ട്. ലോകം മുഴുവൻ യാത്ര ചെയ്ത് ഓരോ കൺട്രിയുടെയും ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ പൾസ് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത്രയും മനോഹരമായ ഒരു സ്ട്രാറ്റജി ലൊക്കേഷൻ ഒരു പോർട്ടിന് വേണ്ടിയുള്ളത് വേറെ എങ്ങുമില്ല. നമുക്ക് ഇത് വൈകിപ്പോയി. നമ്മളിതൊരു ശരിക്കും പറഞ്ഞാൽ 10-30 വർഷം മുൻപ് തുടങ്ങേണ്ട ഒരു പ്രോജക്റ്റാണ്. ഇപ്പോഴെങ്കിലും തുടങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, തടസ്സങ്ങളില്ലാതെ കൊണ്ടുപോകേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അവിടെ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ നമുക്ക് പരിശീലനം കൊടുത്ത് പുതിയ പുതിയ മേഖലകൾ തുറക്കണം. കാര്യം ഈ ഒരു പുതിയ മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ഡിഫറെൻറ്റ് മേഖലകൾക്ക് അനുയോജ്യരായ പരിശീലനം ലഭിച്ച തൊഴിലാളികളില്ല. അതും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നമുക്ക് സർവീസ് കൊടുക്കാൻ സാധിക്കണം. അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പുതിയ പുതിയ മേഖലകൾ തുറക്കാനുള്ള ചുവപ്പ് നാടകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കാര്യം കൂടി, സർ, ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് സംതിങ്, ബിക്കോസ് India is having a coastline of 7,600 kilometers and unfortunately we don't have even a single marinas. ലോകത്തിലെല്ലാം ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും വലിയ ഒരു സാധ്യതയാണ് യോട്ടിംഗ് ഇൻഡസ്ട്രി എന്ന് പറയും. അതായത് റിച്ച് മാൻ്റെ പണത്തിനെ നമുക്ക് എങ്ങനെ ഒരു സമൂഹത്തിലേക്ക് എത്തിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് യോട്ടിംഗ് ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഈ യോട്ടിംഗ് ഇൻഡസ്ട്രി വരണമെങ്കിൽ ആദ്യം വേണ്ടത് മറീനാസാണ്. ഇത്രയും വലിയൊരു രാജ്യത്ത് ഏതാണ്ട് 1 ലക്ഷത്തോളം പേർക്ക് യോട്ട് വാങ്ങാൻ സാധ്യതയുള്ള ഒരു രാജ്യത്ത് ഒരു മറീന ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 2008 ഇതിന് മാറ്റം കുറിക്കുവാൻ വേണ്ടി ഞങ്ങൾ കൊച്ചിയിൽ ആദ്യമായിട്ടൊരു യോട്ടിംഗ് കോൺഫറൻസ് നടത്തി. അതിനുവേണ്ടി ഇൻവെസ്റ്റേഴ്സിനായിട്ട് അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മറീന ഓപ്പറേറ്റേഴ്സിൽ ഒരാളായ ഗുലു ലാൽവാനി എന്ന് പറയുന്ന ലോകത്തിലെ മെഗാ യാട്ട്സൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന പല മറീനേഴ്സുമുള്ള ഒരു വ്യക്തിയാണ്. ബിനാട്ടോണിൻ്റെ ഓണർ. ആ സമയത്ത് UK-യിലെ 4th richest Indian. We brought him here. He announced a $100 million project in Bolgati. 1 year nothing happened because ഈ ഒരു മെറീന തുടങ്ങണമെങ്കിൽ ഒരുപാട് ഹർഡിൽസ് ആർ ദർ. ഗവൺമെൻറ് ക്ലിയറൻസ് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോഴും CRZ റൂൾസ് കാരണമാണ് പല മറീന പ്രോജക്ട്സും ഡെഡായി കിടക്കുന്നത്. അപ്പോൾ ഇത് 1 വർഷം പുള്ളി വെയിറ്റ് ചെയ്തിട്ട് പുള്ളി ഇവിടുന്ന് വേണ്ട എന്ന് പറഞ്ഞു പോയി. അത് പിന്നീട് ഗവൺമെൻറ് ചെറിയ രീതിയിൽ അവസാനം ഒരു മറീന എന്ന പേരിലൊരു മറീന അല്ല, ഒരു പേരിൻ്റെ മറീന അവിടെ തുടങ്ങി. അത് തുടങ്ങിയതുപോലെ തന്നെ അവിടെ കിടന്ന് നശിച്ചും പോയിട്ടുണ്ട്. ഇതല്ല നമുക്ക് വേണ്ട. നമുക്കൊരു നല്ല രീതിയിലും ഈ യോട്ടിംഗ് ഇൻഡസ്ട്രി ഇവിടെ കൊണ്ടുവന്നാൽ 1 ലക്ഷം യോട്ട് ഇന്ത്യയിൽ വന്നാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. എത്ര തൊഴിലവസരങ്ങൾ, എത്ര ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ വരുമാനം, ഇവിടുത്തെ യോട്ട് ബിൽഡിംഗ് സെക്ടറിൻ്റെ മാറ്റം. ഇവിടെ നിന്ന് നമ്മൾ ബ്രഹ്മോസ് മിസൈൽസ് നമ്മൾ കയറ്റി അയക്കുന്ന പോലെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് യോട്ട്സ് കയറ്റി അയക്കാൻ വളരെ ഈസിയാണ്. ഇറ്റ്സ് പോസിബിൾ കാര്യമല്ല. അവസാനം ഞങ്ങൾ ഈ വർഷം ഒരു തീരുമാനമെടുത്തു, ഇതിന് മാറ്റം വരുത്തിയേ പറ്റൂ. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ദുബൈയിൽ ഞങ്ങൾ നടത്തിയത്. കാര്യം ഇവിടെ മറീന തുടങ്ങുന്നതിന് പകരം ദുബൈയിൽ ഇഷ്ടംപോലെ മറീനാസ് ഉണ്ട്. ഒരുപാട് ഇന്ത്യൻ മില്യനേഴ്സ് ദുബൈയിലുണ്ട്. ആദ്യം ഇവരെ യോട്ടിങ് പഠിപ്പിക്കുക. യോട്ടിങ് എന്താണ്, അവർക്ക് ലൈസൻസ് എടുത്ത് കൊടുക്കുക, അവർക്ക് ദുബൈയിൽ യോട്ട് വരുത്തി അത് പഠിപ്പിച്ചിട്ട് ആ കൾച്ചർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് ഡേ ഇന്ത്യയിൽ തുടങ്ങും. അപ്പം ഒരു ഗ്രൂപ്പായിട്ട് വന്ന് ഓരോ മെറീനാസ് തുടങ്ങാം. പക്ഷേ അത് പേഴ്സണൽ സ്മോൾ യോട്ട്സ് ആണ്. ഇതല്ല. തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റിയ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് മെഗാ യോട്ട്സ്. അതായത് ലോകത്തിൽ 100 മീറ്ററിലേറെ വലിപ്പമുള്ള 100ലേറെ മെഗാ യോട്ട്സ് ഉണ്ട്. അത്തരം ഒരു യോട്ട് ഒരു ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുണ്ടാകുന്ന വരുമാനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാര്യം ഇവിടെ ഇതിൽ വന്നിറങ്ങുന്നത് ശതകോടീശ്വരന്മാർ. അവർ അതിൽ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ തന്നെ വരുന്നത് ഒരു ശതകോടീശ്വരന്മാരാണ്. അവർ ഒരു ദിവസം തിരുവനന്തപുരത്ത് ചിലവഴിക്കുന്ന ധനം എത്രയാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് വിഴിഞ്ഞത്തിൻ്റെ സെക്കൻഡ് ഫേസ് ഓഫ് വിഴിഞ്ഞം. യു ഷുഡ് പ്ലാൻ ഫോർ എ മെഗാ യോട്ട് മെറീന ആക്ച്വലി. ആൻഡ് ഇതിൻ്റെ അടുത്ത് തന്നെ ഏതാണ്ട് 4 ഡെസ്റ്റിനേഷൻസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ മറീനാസ് തുടങ്ങാനായിട്ടുള്ള. ആ പൂവാർ റീജിയനൊക്കെ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് മറീനാസ് തുടങ്ങാം. യോട്ട് ബിൽഡിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഞങ്ങൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഐ വാസ് ഇൻ ടർക്കി.
വൺ ഓഫ് ദ ബെസ്റ്റ് യോട്ട് ബി ഐഡൻറ്റിഫൈ. അതായത് ഒരു റോൾസ് റോയ്സ് വാങ്ങുന്ന വിലയ്ക്ക് ഒരു 3 bedroom ബ്യൂട്ടിഫുൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് യോട്ട് ഞങ്ങൾ വി മേഡ് എ ടൈം സോ ദാറ്റ് ദേ ആർ റെഡി ടു കം ടു ഇന്ത്യ ആൻഡ് മേക്ക് ഇവിടുത്തെ മേക്കിംഗ് ഇന്ത്യയുടെ കീഴിൽ ആ ടെക്നോളജി 5 വർഷം കൊണ്ട് കംപ്ലീറ്റ്ലി ഇന്ത്യക്ക് തന്നിട്ട് ആ യോട്ട് നമുക്ക് ഇവിടെ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് വി ക്യാൻ സ്റ്റാർട്ട് എക്സ്പോർട്ടിങ് ഇറ്റ്. കാര്യം നമ്മുടെ അവിടെയെല്ലാം നിർമ്മിക്കുന്നതിൻ്റെ പകുതി തുകയ്ക്ക് നമുക്ക് ഇവിടെ നിർമ്മിക്കാൻ സാധിക്കും. നമുക്ക് ഈ ടെക്നോളജി, ഇത് റോക്കറ്റ് ടെക്നോളജി ഒന്നും ഇല്ല. നമ്മളുടെ ഇവിടുത്തെ ആൾക്കാരെ വിളിച്ച് നല്ല രീതിയിൽ പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനുള്ളിൽ അവർ നല്ല ടെക്നീഷ്യന്മാരായി മാറ്റും. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഞാൻ ജനിച്ച് വളർന്നത് പുനലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു ഗ്രാമമാണ്, ഐക്കരക്കോണം എന്ന് പറയുന്ന ഗ്രാമമാണ്. അതിൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു. എൻ്റെ കുടുംബ വീട് ഞാൻ ഇത് ഏരീസിൻ്റെ ഒരു ഓഫീസായിട്ട് മാറ്റി. ആ നാട്ടിലുള്ള മിക്കവാറും പുരുഷന്മാരെല്ലാം ഞങ്ങളുടെ ഓഫീസിൻ്റെ ദുബൈയിൽ പല സ്ഥലത്തായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഹൗസ് വൈഫ്സ് എല്ലാം അവിടെ മിക്കവാറും എല്ലാവരും തൊഴിലില്ലാതിരിക്കുന്ന സമയമാണ്. ഈ ഹൗസ് വൈഫ്സിനെ എല്ലാം ഈ ഓഫീസിൽ വിളിച്ച് ട്രെയിനിങ് കൊടുത്തു. യു വോണ്ട് ബിലീവ്, ഇന്ന് ഞങ്ങളൊരു എക്സ്ക്ലൂസീവ് ഓഫീസാണ്. 100-ലേറെ വനിതകൾ വർക്ക് ചെയ്യുന്ന 120ഓളം പേര് അവിടെ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും എഫിഷ്യൻറ്റ് ഓഫീസ് അവരാണ്. അവർ ഷിപ്പ് കണ്ടിട്ടില്ല. ഞങ്ങൾ ഷിപ്പിൻ്റെ ട്രെയിനിങ് അവിടെ നിന്ന് കൊടുത്ത് ഞങ്ങൾ ലോകത്ത് മുഴുവൻ നടത്തുന്ന സർവേസിൻ്റെ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഹൗസ് വൈഫ്സാണ്. ഇത്രയും ഹാപ്പി ആയിട്ടുള്ള എംപ്ലോയീസ് വരില്ല. കാര്യം അവർക്ക് വീട്ടിൽ നിന്ന് നടന്ന് ഓഫീസിൽ വരാം, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം, ഒരു കുടുംബം പോലെ അവർ അവിടെ കഴിയുകയാണ്. ഇതുപോലെ ചെയ്യാവുന്ന ഒന്നാണ് ഈ യോട്ടിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. തിരുവനന്തപുരം മേഖലയിൽ ഒന്ന് ആലോചിച്ച്, ഈ പൂവാർ മേഖലയിൽ നമുക്ക് ഒരു വർഷം ഒരു 200 യോട്ട് നിർമ്മിക്കാൻ പറ്റിയാൽ എത്ര തൊഴിലവസരങ്ങളാണ് വരുന്നത്. ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടുന്നത്. അവർക്ക് നാളെ വിദേശത്ത് പോകണമെങ്കിൽ അവർക്ക് പോകാം. പക്ഷേ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പോയി വരുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ എങ്ങും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതിനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ അത്തരം ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോഴും നല്ല ലക്ഷ്യത്തോട് വരുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണം. അത് ഗവൺമെൻറ് മേഖലയിലായിക്കോട്ടെ, രാഷ്ട്രീയ മേഖലയിലായിക്കോട്ടെ, തടസ്സങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക. അതിന് ഒരു വിൽ പവർ വേണം. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കുന്ന പലരും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഭാഗമായിരിക്കാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ 4 ദിവസം നമ്മൾ കാണിച്ച ആ രാജ്യത്തോട് കാണിച്ച ഒരു സ്നേഹം അടുത്ത കുറച്ചു കാലം തിരുവനന്തപുരത്തോട് കാണിക്കുക. നമ്മളുടെ മുന്നിലെ ഒരു ഏറ്റവും വലിയ വരദാനം ആ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിലെങ്കിലും, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ പോലും ഒരു ദിവസം പോലും മാറ്റിവെക്കാതിരിക്കുക. ഞങ്ങളുടെ സ്ഥാപനത്തിലെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ, ഞാൻ പറഞ്ഞില്ല, 200 പാരാമീറ്റേഴ്സിൽ ഒന്നെന്ന് പറഞ്ഞാൽ 24 hour സിസ്റ്റം എന്ന് പറയും. അതായത് ഓരോ വ്യക്തിയും ഏത് പ്രോജക്റ്റ് ഇല്ല അതിനെ ഡിവൈഡ് ചെയ്ത് ഓരോ ദിവസമാക്കി മാറ്റണം. ഒരു ദിവസം തള്ളാൻ അവർക്ക് അവകാശമില്ല. ഇന്ന് രാവിലെ വന്ന ജോബ് ഇന്ന് വൈകിട്ട് ക്ലിയർ ചെയ്തിട്ടേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. നാളത്തേക്ക് ഒരു ജോബ് മാറ്റണമെങ്കിൽ അവരതിനുള്ള കാരണം കൃത്യമായി കാണിക്കണം. കാരണമില്ലാതെ ഇവിടുത്തെ ഫയൽസ് മാറ്റിവെക്കുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ ഏരീസിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് സ്ഥാനമില്ല. പക്ഷേ അവിടെ ഏരീസിൽ അത് സംഭവിക്കുന്നില്ല. ഞങ്ങളുടെ സ്ഥാപനത്തിൽ സംഭവിക്കില്ലെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ മറ്റ് ഗവൺമെൻറ് മേഖലയിൽ സംഭവിക്കുന്നു? ഇത് മാറണം, മാറ്റിയേ പറ്റത്തുള്ളൂ. ഇത് മാറാൻ പറ്റും. നിങ്ങൾക്ക് മാറണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാറാം. നാളെ മുതൽ ഞാൻ പങ്ക്ച്വലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ പങ്ക്ച്വലാണ്. എൻ്റെ മുന്നിലെ ഫയൽ ഞാൻ ഒരു ദിവസത്തിൽ കൂടുതൽ വെക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വെക്കില്ല. ഞാൻ ആയിട്ട് ഒരു വിഴിഞ്ഞം പ്രോജക്റ്റിന് ഒരു തടസ്സമാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറില്ല. ഇത് ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ വിഴിഞ്ഞം പ്രോജക്റ്റ് വിഷണറീസ് വരത്തുള്ളൂ, ഇൻവെസ്റ്റേഴ്സ് വരത്തുള്ളൂ. കാര്യം വളരെയധികം കോൺഫിഡൻസ് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. കാര്യം എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. കാര്യം ഇന്ത്യ ബില്യനേഴ്സ് ക്ലബിൻ്റെ പ്രസിഡന്റ് ഞാനാണ്. ഈ ബില്യനേഴ്സിൻ്റെ അടുത്തെല്ലാം ഞാൻ എൻ്റെ അനുഭവം പറയും. ഞങ്ങൾ ഇത്രയും സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, ഞങ്ങൾക്ക് സമരമില്ല എന്ന് പറയുമ്പം അവർ ആദ്യം ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം അവരുടെ അനുഭവങ്ങളാണ് പറയുന്നത്. അവർ ശ്രമിക്കുമ്പോഴെല്ലാം ആദ്യം വരുന്നത് ഇതുപോലുള്ള ആവശ്യമില്ലാത്ത തലവേദനകളാണ്. അവർ പറഞ്ഞത് ഞങ്ങളെന്തിനു വന്ന് തലവേദന എടുക്കണം, ഇത്രയും സമയവും പണവും ഞങ്ങൾ വിദേശത്ത് ചിലവഴിച്ചു കഴിഞ്ഞാൽ മനസ്സമാധാനത്തോടു കൂടി വർക്ക് ചെയ്യാം. നാടിനോടുള്ള സ്നേഹമൊക്കെ സ്നേഹം, പക്ഷേ ഇതുപോലെയുള്ള നമ്മൾക്ക് തടസ്സം തരുന്ന ആൾക്കാരുമായിട്ട് സംവേദിക്കാൻ താല്പര്യമില്ല. അവരുടെ മുന്നിൽ പോയിരുന്ന് തലകുമ്പിട്ടിരുന്ന് ഓച്ചാനിച്ച് നിന്ന് കൈക്കൂലി കൊടുത്ത് ചെയ്യാൻ താല്പര്യമില്ല. കാര്യം നമ്മൾ സ്വയം കൈക്കൂലി കൊടുക്കുമ്പോൾ നമ്മളൊരു ക്രൈം ചെയ്യുകയാണ്. കാര്യം കൈക്കൂലി കൊടുക്കുന്നത് തെറ്റാണ്. കൈക്കൂലി വാങ്ങാതെ ഇവരത് ചെയ്യത്തുമില്ല. ഈ കൈക്കൂലി നമ്മളെ കൊണ്ട് ചെയ്ത് നമ്മളെ ഒരു ക്രിമിനലാക്കി മാറ്റുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് മാറി നിങ്ങൾക്ക് മാന്യമായ ശമ്പളം സർക്കാർ തരുന്നുണ്ട്, അതിനുള്ള തൊഴിൽ നിങ്ങൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നാട് വളരൂ എന്നുള്ള ചിന്ത വരണം. നിങ്ങൾക്ക് ആ ശമ്പളം പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് മേഖലയിൽ പോയിട്ട് മറ്റൊരു തൊഴിൽ കണ്ടെത്തൂ, അല്ലെങ്കിൽ നിങ്ങളൊരു ഓൺട്രപ്രണറായിട്ട് മാറൂ, നിങ്ങൾ കൂടുതൽ പണത്തിന് പോകും. അല്ലാതെ നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഈ സംവിധാനത്തിൽ ഈ കൈക്കൂലി പരിപാടിക്ക് ഇറങ്ങി ഈ ഓൺട്രപ്രണേഴ്സായിട്ട് വരുന്നവരെ കൂടെ ക്രിമിനൽസാക്കി മാറ്റുന്ന ഈ ഒരു സംവിധാനം മാറ്റാൻ എല്ലാവരും ഒത്ത് ശ്രമിക്കണം. വിഴിഞ്ഞം പ്രോജക്റ്റ്
ഒരു സക്സസ് ആക്കണമെങ്കിൽ അത് സമൂലമായ ഒരു മാറ്റത്തിലൂടെ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളിവിടെ കോൺഫറൻസ് കൂടി ഇവിടെ ഇരുന്നുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിച്ച് പ്രോജക്റ്റ് പ്ലാൻ ചെയ്തുകൊണ്ടോ ആവേശം കൊണ്ടോ കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന ഗവൺമെൻറ് ഓഫീഷ്യൽസിനോട് ഞാൻ പറയുകയാണ്, നിങ്ങളോട് സ്വയം ആലോചിച്ച് നോക്ക്, എത്ര ചെറുതായി പോവുകയാണ്. നിങ്ങളുടെ മക്കളുടെ മുന്നിൽ നിങ്ങളൊരു കൈക്കൂലിക്കാരനായിട്ട് നിൽക്കുമ്പോൾ എന്ത് അഭിമാനമാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് പണമാണ് വേണമെങ്കിൽ പണത്തിന് ഒരുപാട് മറ്റു മാർഗമുണ്ട്. നാടിനെ കുട്ടിച്ചോറാക്കിയിട്ടല്ല വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഫയൽ മാറ്റിവെച്ചുകൊണ്ട് നാടിൻ്റെ വളർച്ചയെ തളർത്തിയാൽ, ഇന്ന് ഈ കഴിഞ്ഞ 4 ദിവസം ഈ നമ്മുടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇതേ അലക്ഷ്യത കാണിച്ചിരുന്നെങ്കിൽ, നമ്മൾക്ക് വേണ്ട ടെക്നോളജി ആവശ്യമുള്ള സമയത്ത് കിട്ടാതെ പോയിരുന്നെങ്കിൽ, നമ്മളുടെ അതിർത്തി നിൽക്കുന്ന സൈനികർ ഇതേ ഒരു മനസ്ഥിതിയോടുകൂടി കൈക്കൂലി വാങ്ങി നിന്നിരുന്നെങ്കിൽ, നമ്മൾ ശിരസുയർത്തി ഈ 3.5 ദിവസം കൊണ്ട് ശത്രുവിൻ്റെ മുന്നിൽ അഭിമാനത്തോടെ വിജയിച്ചു വരില്ലായിരുന്നു. അതുകൊണ്ട് അത് എല്ലാ മേഖലയിലും വരണം. അതിന് ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു പ്രഭാഷണത്തിലൂടെ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ ഉറക്കം കളഞ്ഞിട്ട് ഫ്ലൈറ്റ് എടുത്ത് വന്ന ഞാൻ ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് തിരിച്ചു പോകണം, ഈ ഒരു പ്രസംഗത്തിന് വേണ്ടി മാത്രം വന്നതാണ്. അതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.